വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഭാഗമാണിത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വിജയാശംസകൾ. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൽ പണം സ്വീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോം ഏത്? ഉത്തരം TR5C. സർക്കാർ ജീവനക്കാരൻ സർക്കാരിന് വേണ്ടി പണം സ്വീകരിക്കുമ്പോൾ ക്യാഷ് ബുക്ക് എഴുതി സൂക്ഷിക്കുന്നില്ല എങ്കിൽ നൽകുന്ന രസീത് ഏത്? ഉത്തരം TR5A. സർക്കാർ ജീവനക്കാരൻ സ്വീകരിക്കുന്ന പണം ഒരു PD അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുവെങ്കിൽ ക്യാഷ് ബുക്ക് എഴുതി സൂക്ഷിക്കണമോ? ഉത്തരം പ്രത്യേകമായി ക്യാഷ് ബുക്ക് എഴുതി സൂക്ഷിക്കേണ്ടതില്ല. ഒരു ഓഫീസിലെ പേയ്മെൻറ്റ് സംബന്ധമായ റെസിപ്റ്റ് നഷ്ടപ്പെട്ടതായി ഓഫീസ് മേധാവിക്ക് പരാതി ലഭിച്ചാൽ സ്വീകരിക്കുന്ന നടപടി? ഉത്തരം ഒറിജിനൽ റെസിപ്റ്റിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ചെക്ക് ഡ്രോയിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെക്ക് ലഭിക്കുകയും റെമിറ്റൻസിനായി ട്രഷറിയിൽ പ്രസൻറ്റ് ചെയ്താൽ സ്വീകരിക്കുന്ന നടപടി? ഉത്തരം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം. ഒരു സ്വകാര്യ വ്യക്തി സർക്കാരിലേക്ക് തുക അടയ്ക്കുന്നതിനായി തുകയും ട്രിപ്ലിക്കേറ്റിലുള്ള ചെലാനും ട്രഷറിയിൽ നൽകുന്നു. ഈ ചെലാൻ ആർക്കൊക്കെയായി നൽകുന്നതാണ് നടപടി? ഉത്തരം ചെലാൻ്റെ ഒറിജിനൽ പണമടച്ച ആൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ട്രഷറിയിൽ സൂക്ഷിക്കുകയും മൂന്നാമത്തെ കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുകയും ചെയ്യും. TR13 ഫോം എന്നാൽ എന്ത്? ഉത്തരം കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-ൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം PD അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടുകളുടെ വിവരം രേഖപ്പെടുത്തുന്നതാണ് TR13 ഫോം. ഒരു സ്വകാര്യ വ്യക്തി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന് നൽകിയ ചെക്ക് മടങ്ങിയാൽ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം മടങ്ങിയ ചെക്കിൻ്റെ ഹാൻഡ്ലിംഗ് ചാർജുകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൽ ഡെബിറ്റ് ചെയ്യും. സ്റ്റേറ്റ് എക്സൈസ് റവന്യൂ ഇനത്തിൽ ട്രഷറിയിൽ തുക അടയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ട്രഷറി ഫോം ഏത്? ഉത്തരം TR14. ട്രഷറിയിൽ ലഭിക്കുന്ന വനം വകുപ്പിനായുള്ള കൺസോളിഡേറ്റഡ് റെസിപ്റ്റുകൾ ജില്ലാ ട്രഷറി ഓഫീസർ എന്തു ചെയ്യുന്നു? ഉത്തരം എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി ജില്ലാ ട്രഷറി ഓഫീസർ തലേ മാസം തൻ്റെ ട്രഷറിയിൽ അടച്ചിട്ടുള്ള കൺസോളിഡേറ്റഡ് റെസിപ്റ്റിൻ്റെ ആകെ തുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഒരു സ്വകാര്യ വ്യക്തി ഗവൺമെൻറ് കണക്കിൽപ്പെടുത്തുന്നതിനായി തുക ബാങ്കിൽ അടയ്ക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ ട്രഷറി കോഡിൽ എവിടെ പരാമർശിച്ചിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1-ൽ റൂൾ 124. ബാങ്കിംഗ് ഇടപാടുകളുള്ള ജില്ലാ ട്രഷറിയിൽ അനാമത്ത് ബാലൻസ് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കാറുണ്ടോ? ഉത്തരം സൂക്ഷിക്കാറില്ല. സർക്കാർ ജീവനക്കാരൻ പണം ചെക്ക് മുഖേന സ്വീകരിക്കുമ്പോൾ നൽകുന്ന രസീതിൻ്റെ ഫോം? ഉത്തരം ഫോം TR6.
സർക്കാർ ജീവനക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പണത്തിൻ്റെ മറ്റൊരു അംഗീകൃത രൂപം ഏത്? ഉത്തരം ക്രോസ് ചെയ്ത ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ക്രോസ് ചെയ്ത ചെക്ക്, ക്രോസ് ചെയ്ത പോസ്റ്റൽ ഓർഡർ. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കേണ്ടുന്ന തുക ചെക്കായി നൽകുമ്പോൾ അവസാന പേയ്മെൻറ്റ് തീയതിയിലാണ് ചെക്ക് നൽകുന്നതെങ്കിൽ സ്വീകരിക്കാവുന്ന മാർഗം. ഉത്തരം മുൻ തീയതിയിട്ട് ചെക്ക് സ്വീകരിക്കാം. ട്രഷറി റെക്കൺസിലിയേഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടുന്ന നടപടി. ഉത്തരം തന്മാസത്തെ റെമിറ്റൻസിൻ്റെ വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയും പരിശോധിച്ച് ട്രഷറി ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒപ്പ് ഇടിവിക്കുകയും ചെയ്യുക. ക്യാഷ് ബുക്കിലെ തെറ്റായ രേഖപ്പെടുത്തലുകൾക്ക് തിരുത്തൽ വരുത്തേണ്ട നടപടി എപ്രകാരം? ഉത്തരം തെറ്റിയവ വെട്ടിക്കളയുകയും തിരുത്തൽ ചുവന്ന മഷിയിൽ എഴുതി ചേർക്കുകയും തിരുത്തൽ വരുത്തിയെടുത്ത് മേലുദ്യോഗസ്ഥൻ്റെ ഒപ്പിടിവിക്കുകയും ചെയ്യുക. സർക്കാർ ഇതര പണം കൈപ്പറ്റേണ്ടി വരുന്ന സർക്കാർ ജീവനക്കാരൻ ഇതിലേക്കായി ട്രഷറിയിൽ ഈ ജീവനക്കാരൻ്റെ പേരിൽ ഒരു PD അക്കൗണ്ട് ആരംഭിക്കാമോ? ഉത്തരം അക്കൗണ്ട് ആരംഭിക്കാൻ പാടില്ല. സർക്കാർ ജീവനക്കാരൻ്റെ കൈവശമുള്ള സ്വന്തം പണം ട്രഷറിയുടെ ക്യാഷ് ചെസ്റ്റിൽ സൂക്ഷിക്കുവാൻ പാടില്ല എന്ന് കേരള ട്രഷറി കോഡ് വോളിയം 1 ഡാഷ് റൂളിൽ പറഞ്ഞിരിക്കുന്നു. ഉത്തരം റൂൾ 93C. PD അക്കൗണ്ടിൻ്റെ മാർച്ച് 31-ാം തീയതിയിലെ ബാക്കി നിൽപ്പ് വ്യക്തമാക്കിക്കൊണ്ട് PD അക്കൗണ്ടിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ക്ലോസിംഗ് ബാലൻസ് സർട്ടിഫിക്കറ്റ് എന്നത് ശരിയോ തെറ്റോ? ഉത്തരം തെറ്റ്. ഒരു വ്യക്തി സർക്കാരിലേക്കുള്ള പണം ബാങ്കിൽ അടയ്ക്കേണ്ടുന്നത് എപ്രകാരം? ഉത്തരം എഴുതി തയ്യാറാക്കിയ ചെലാൻ ഫോം ട്രഷറിയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തി നമ്പറിട്ട് ബാങ്കിൽ അടയ്ക്കണം. സർക്കാരിലേക്ക് പണം അടയ്ക്കുമ്പോൾ പ്രത്യേകം ചെലാൻ തയ്യാറാക്കി അടയ്ക്കേണ്ടത് എപ്പോൾ? ഉത്തരം അടയ്ക്കുന്ന തുക 2 ഹെഡ് ഓഫ് അക്കൗണ്ടുകളിലായി വേർതിരിച്ച് വരവ് വയ്ക്കേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ അടയ്ക്കേണ്ടുന്ന തുക ഭാഗികമായി ചെക്കായും ക്യാഷായും അടയ്ക്കേണ്ടി വരുമ്പോഴും. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള ജീവനക്കാർക്കാണ് ട്രഷറിയിൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കാൻ പാടില്ലാത്തത്? ഉത്തരം പൊതുമരാമത്ത് വകുപ്പ്, കൊമേഴ്ഷ്യൽ സർവീസ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥർക്ക്. നോൺ ബാങ്കിംഗ് ട്രഷറിയിൽ പണമടയ്ക്കുമ്പോൾ ചെലാനിൽ നമ്പർ രേഖപ്പെടുത്തുന്നു. ഈ നമ്പർ ആരാണ് ഇടുന്നത്? ഉത്തരം ട്രഷറർ. ഒരു നോൺ ബാങ്കിംഗ് ട്രഷറിയിൽ ചെലാൻ നമ്പർ ബുക്കിൽ ചെലാൻ രസീതുകളുടെ നമ്പർ രേഖപ്പെടുത്തുന്നത് ആര്? ഉത്തരം സെക്ഷൻ മേധാവി. ചെക്ക് കൈപ്പറ്റിയാൽ പ്രാഥമികമായി റെസീപ്റ്റ് നൽകേണ്ടുന്ന ഫോം. ഉത്തരം ഫോം TR6. സർക്കാരിനായി പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥൻ ഡാഷ് പ്രകാരം TR7A യിലുള്ള ക്യാഷ് ബുക്ക് എഴുതി സൂക്ഷിക്കേണ്ടതാണ്.
ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 92A. TR12 ചെലാൻ ഫോമിൻ്റെ മൂന്നാമത്തെ കോളം എന്തിനുള്ളതാണ്? ഉത്തരം ഹെഡ് ഓഫ് അക്കൗണ്ടിന് വേണ്ടിയുള്ളതാണ്. അനാമത്ത് രജിസ്റ്റർ ഏത് ഫോമിലാണ് എഴുതി സൂക്ഷിക്കുന്നത്? ഉത്തരം TR19. ക്യാഷ് ബുക്ക് എഴുതി സൂക്ഷിക്കേണ്ടത് ആര്? ഉത്തരം ഓഫീസ് തലവൻ. ഒരു ഓഫീസർ എത്ര ക്യാഷ് ബുക്ക് സൂക്ഷിക്കണം? ഉത്തരം 1. അനാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ട്രഷറിയിലെ ജനറൽ ട്രഷറി ബാലൻസിൽ ഉൾപ്പെടാത്തതും ട്രഷറി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതുമായ തുകയാണ് അനാമത്ത്. TR25 ഫോം എഴുതി തയ്യാറാക്കി ട്രഷറിയിൽ എല്ലാ മാസവും സമർപ്പിക്കുന്നത് ആര്? ഉത്തരം പൊതുമരാമത്ത് വകുപ്പിലെയും കൊമേഴ്ഷ്യൽ സർവീസിലെയും ജീവനക്കാർ. TR5 ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം സ്വീകരിക്കുന്ന പണത്തിൻ്റെ രസീത് നൽകുന്നതിനായി. സർക്കാരിനായി ചെക്ക് കൈപ്പറ്റുമ്പോഴുള്ള നടപടി. ഉത്തരം TR6 റെസീപ്റ്റ് നൽകണം. സർക്കാർ നിക്ഷേപ രസീത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം സർട്ടിഫിക്കറ്റ് ഓഫ് റെസീപ്റ്റ് ഇഷ്യൂ ചെയ്യണം. സർക്കാർ പേയ്മെൻറ്റ് വിവിധ അക്കൗണ്ടുകളിൽ പെടുത്തുന്നത് എങ്ങനെയാണ്? ഉത്തരം പ്രത്യേക ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ. ഒരു പേയ്മെൻറ്റ് ഭാഗികമായി ക്യാഷായും ചെക്കായുമാണ് നടത്തുന്നതെങ്കിൽ ഉത്തരം പേയ്മെൻറ്റ് ഒരു ചെലാനിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുകയില്ല. കൈപ്പറ്റുന്ന പണത്തിന് കൈപ്പറ്റ് രസീത് നൽകുന്നതിനുള്ള പ്രിന്റഡ് റെസിപ്റ്റ് ബുക്ക് ജീവനക്കാരന് എവിടെ നിന്നും ലഭിക്കും? ഉത്തരം ഓഫീസ് മേധാവിയിൽ നിന്നും. എപ്പോഴാണ് ഓഫീസ് മേധാവി നേരിട്ട് ക്യാഷ് പരിശോധിക്കുന്നത്? ഉത്തരം ഓരോ മാസത്തിൻ്റെയും അവസാനം. പുതിയ ക്യാഷ് ബുക്ക് എഴുതി തുടങ്ങുമ്പോഴുള്ള നടപടി. ഉത്തരം പേജുകൾക്ക് നമ്പറിടുകയും നമ്പർ സർട്ടിഫിക്കറ്റ് എഴുതുകയും ഓഫീസ് തലവൻ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുകയും വേണം. പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ട്രഷറിയിലേക്ക് ക്യാഷോ ചെക്കോ അയക്കുമ്പോൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ. ഉത്തരം TA15 റെമിറ്റൻസ് ബുക്ക്. സർക്കാർ കണക്കിൽ വരവ് വയ്ക്കുന്നതിനായി ലഭിക്കുന്ന ചെക്കുകൾ എപ്പോഴാണ് കണക്കിൽപ്പെടുത്തുന്നത്? ഉത്തരം ബാങ്കിൽ നിന്ന് ചെക്ക് മാറി എടുത്തതിന് ശേഷം. ക്യാഷ് ബുക്കിൽ വന്നിട്ടുള്ള തെറ്റ് എങ്ങനെ തിരുത്തണം? ഉത്തരം തെറ്റായി ചേർത്തിട്ടുള്ളവ വെട്ടിക്കളഞ്ഞ ശേഷം ചുവന്ന മഷിയിൽ ശരിയായവ എഴുതി ചേർക്കുകയും ഓഫീസ് മേധാവി ഒപ്പിടുകയും വേണം. ചില എൻഡോവ്മെൻറ്റുകളുടെ ചുമതലകൾ വഹിക്കേണ്ടി വരുമ്പോൾ
സർക്കാർ ജീവനക്കാരൻ തൻ്റെ പേരിൽ ഒരു പേഴ്സണൽ ട്രഷറി അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ആരുടെ അനുവാദം തേടണം? ഉത്തരം പ്രോപ്പർ ചാനൽ മുഖാന്തിരം സർക്കാരിൻ്റെ അനുവാദം തേടണം. ഒരു ചെലാൻ പണമടയ്ക്കുന്നതിനായി കാലാവധി രേഖപ്പെടുത്തി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുകയും പണം കാലാവധിക്ക് ശേഷമാണ് അടയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഉത്തരം വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ തീയതി പുതുക്കി സാക്ഷ്യപ്പെടുത്തണം. സർക്കാരിലേക്ക് അടയ്ക്കുന്നതിനായി ലഭിച്ചിട്ടുള്ള ചെക്കിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്ക്? ഉത്തരം ട്രഷറി ഓഫീസർക്ക്. ട്രഷറി സ്ട്രോങ് റൂമിൻ്റെ സുരക്ഷിതത്വം സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഉത്തരം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കൺസോളിഡേറ്റഡ് ട്രഷറി ഇഷ്യൂ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആർക്ക്? ഉത്തരം PWDയുടെ ഡിവിഷണൽ ഓഫീസിന്. ചെലാൻ ഫോമിൻ്റെ എത്ര കോപ്പികൾ പൂരിപ്പിക്കണം? ഉത്തരം 3 കോപ്പികൾ. പൊതുമരാമത്ത് വകുപ്പിൽ തുടർച്ചയായി റെമിറ്റൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കേണ്ടുന്ന രജിസ്റ്റർ? ഉത്തരം റെമിറ്റൻസ് ബുക്ക്. വ്യക്തികൾക്ക് ചെലാൻ ട്രഷറിയിൽ നിന്നും ലഭിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് ചെലാൻ ലഭിക്കുന്നത് എവിടെ നിന്നും? ഉത്തരം സർക്കാരിൻ്റെ പ്രസ്സിൽ നിന്നും. മറ്റ് ഓഫീസുകളിൽ നിന്നും ഭദ്രമായി സൂക്ഷിക്കുന്നതിന് ഏൽപ്പിച്ച പണം ഉൾക്കൊള്ളുന്ന ക്യാഷ് ചെസ്റ്റുകൾ എപ്രകാരം അക്കൗണ്ടിൽ കണക്കാക്കണം? ഉത്തരം അനാമത്തായി കണക്കാക്കണം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ടൂറിസ്റ്റ് ബംഗ്ലാവുകളിലും ഹോസ്റ്റലുകളിലും റുപ്പി ട്രാവലർ ചെക്കുകൾ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതിലേക്കായി ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള ബാങ്കിന് ഉദാഹരണം? ഉത്തരം ബാങ്ക് ഓഫ് ബറോഡ. നോൺ ബാങ്കിംഗ് ട്രഷറികളിൽ ചെലാൻ നമ്പർ ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ആര്? ഉത്തരം സെക്ഷൻ മേധാവി. വില്ലേജ് ഓഫീസിൽ ഉപയോഗിച്ച TR5 റെസിപ്റ്റുകളുടെ കൗണ്ടർ ഫോയിൽ എവിടെ സൂക്ഷിക്കണം? ഉത്തരം വില്ലേജ് ഓഫീസർ ഒറിജിനൽ സൂക്ഷിക്കണം. സർക്കാർ റെസിപ്റ്റിൻ്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടാൽ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെപ്പറ്റി എവിടെ പ്രതിപാദിച്ചിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 94. ട്രഷറി പ്രവർത്തനം കഴിഞ്ഞുള്ള സമയത്ത് ലഭിക്കുന്ന വില്ലേജ് റെമിറ്റൻസ് എപ്രകാരം കണക്കാക്കപ്പെടും? ഉത്തരം അനാമത്ത്. റവന്യൂ, സിവിൽ കോഡ് ഡിപ്പോസിറ്റുകളുമായി ബന്ധപ്പെട്ട ട്രഷറിയിൽ ലഭിക്കുന്ന ചെലാനുകൾ എപ്രകാരമാണ് നമ്പറിടുക? ഉത്തരം തുടർച്ചയായ നമ്പറുകൾ വാർഷികമായി രേഖപ്പെടുത്തും. ട്രഷറിയിൽ പബ്ലിക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ കണക്ക് ഡാഷ് പൊരുത്തപ്പെടുത്തേണ്ടതാണ്. ഉത്തരം പ്രതിമാസം. സർക്കാർ പേയ്മെൻറ്റിനായി ട്രഷറിയിലോ ബാങ്കിലോ പണമടയ്ക്കുമ്പോൾ ചെലാനിൽ രേഖപ്പെടുത്തേണ്ടതില്ലാത്ത വിവരം? ഉത്തരം
അടയ്ക്കുന്ന തുകയുടെ ഡിനോമിനേഷൻ വിവരങ്ങൾ. ട്രഷറിയിൽ ലഭിക്കുന്നതിൽ അനാമത്ത് കണക്കിൽപ്പെടുത്താത്ത തുക ഏത്? ഉത്തരം ഗവൺമെൻറ് അക്കൗണ്ടിൽ പെടുത്തുന്നതിനായി ട്രഷറിയിൽ ലഭിക്കുകയും എന്നാൽ എങ്ങനെ വരവ് വയ്ക്കണമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യാത്തവ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.